സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഇരുപത്തിയൊന്നാമത്തെ ഞായറാഴ്ച നമ്മൾ ഓർഡിനറി ടൈം കടന്നു പോകുമ്പോൾ ഇന്നലെ ചിന്തിച്ച പോലെ 34-ാമത്തെ ഞായറാഴ്ച ക്രിസ്തുരാജൻ്റെ തിരുനാളാണ് എന്ന് പറയുമ്പോൾ സഭ നമ്മൾ ഓർപ്പിക്കുകയാണ്, വാനമേഘങ്ങളിൽ രണ്ടാമത് എഴുന്നള്ളി വരുവാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മെല്ലാവരും ചെന്ന് നിൽക്കേണ്ടതാണ്. എല്ലാ മിഴികളും അവനെ ദർശിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിൽ. എന്നാ നമ്മൾ കടന്നു പോകുന്നത് നമുക്കറിയില്ല. എത്രയോ പേരാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കടന്നുപോയി എന്ന്. അപ്പോൾ നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കുക. ഈ ഭൂമിയിൽ നമുക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, ഒരൊറ്റ മരണമേ ഉള്ളൂ. മരിച്ചു ചെല്ലുമ്പോൾ അവൻ്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമുക്ക് തിരുസഭയിൽ നമ്മളെ ആക്കിയ കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ചു, ആത്മാവിൻ്റെ ആശുപത്രിയാണ് തിരുസഭ എന്നൊക്കെ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെല്ലാം ആത്മീയമായ കുറവുകളെ പരിഹരിക്കാനാണ് നമ്മൾ തിരുസഭ ഈശോ ഭൂമിയിൽ സ്ഥാപിച്ചത്. ആത്മാവിൻ്റെ നമുക്ക് വചനവും കുദാശികളും ഒക്കെ നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുവാനായിട്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്, ഇന്ന് ന്യൂയോർക്ക് സ്റ്റേറ്റിന് വേണ്ടിയും അമേരിക്ക മുഴുവൻ, ലോകം മുഴുവൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ ഓമന അലക്സ കുടുംബം ഓമന നമ്മളെ ഓർപ്പിച്ചൊരു കാര്യം ഇതായിരുന്നല്ലോ, ദൈവവചനം പാലിക്കാതെ മനുഷ്യൻ്റെ സ്വന്തം ചിന്തകളുണ്ട്, സ്വന്തം ആലോചനകളുണ്ട്, സ്വന്തം അനുഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ എവിടെ നിങ്ങളെ കേട്ടതുണ്ട്. നമ്മൾ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം, അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയതായിരിക്കാം. നാം പോലും അറിയാതെ നമ്മളിൽ യുക്തി ബുദ്ധി എന്നൊക്കെ പറഞ്ഞൊരു മേഖലയാണ്. നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില മേഖലകൾ നാം അറിയാതെ വചനത്തിലേക്ക് നാം വന്നുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് എവിടെയോ വഴിതെറ്റിച്ചു. റോമർ 1 പൗലോസ് പറയുന്നുണ്ട്, അവരുടെ യുക്തി വിചാരങ്ങൾ അന്ധകാരത്തിലാണ്. ദൈവവചനത്തിലൂടെ വന്നെങ്കിലും അവരുടെ ബുദ്ധിയിലും യുക്തിയിലുള്ള ചിന്തകളിലേക്ക് പോയതിനാൽ അവർ വീണുപോയി എന്നാണ്. ഇന്ന് അനേകർ അങ്ങനെയുണ്ട് ലോകത്തിൽ. അതായത് അഹങ്കാരം എന്നാണ് നോമൻ അതേക്കുറിച്ച് ഓർപ്പിച്ചത്. ഞാനാണ്, എൻ്റെ ചിന്തകൾ, എൻ്റെ അറിവ്, എനിക്കെല്ലാം അറിയാം. വചനം കുറേയൊക്കെ കൊള്ളാം, പക്ഷേ നമ്മുടെ വചനം, നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ നമ്മളതും ഇതിനകത്ത് ഉപയോഗിക്കണം എന്നൊക്കെയുള്ളൊരു മേഖലയുണ്ട്. ഇവിടെ ഇന്ന് നമ്മൾ ഓർപ്പിച്ച സുഭാഷിതങ്ങൾ 16-18 വചനമാണ്. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അറിവ്, നമ്മുടെ ചിന്തകൾ ലോകത്തിൽ കിട്ടിയതായി എങ്ങനെയായിരിക്കും? നമ്മുടെ ഉള്ളിലുള്ള ചില അറിവുകളുണ്ട്, നമ്മൾ അന്ന് ധ്യാനിക്കുന്നില്ല അതേക്കുറിച്ച്. നമ്മുടെ ഉള്ളിലുള്ളത് നമ്മൾ വചനമൊക്കെ തള്ളിക്കളഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള പ്ലാനുകളും ആലോചനകളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട്, അത് ദൈവത്തിനൊരു കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ വചനം പറയുന്നവരാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന് അതും കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു മേഖലയാണ്. യുക്തിയും ബുദ്ധിയും നമ്മളെ ഓർപ്പിക്കുന്ന ചില മേഖലകൾ. അഹങ്കാരം, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ ചിന്തകൾ, എൻ്റെ ദൈവവചനത്തെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനാണ് അഹങ്കാരം എന്ന് പറയാം. അഹം എന്ന് പറഞ്ഞാൽ ഞാനാണ്. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിൻ്റെയും. 20-ാമത്തെ വചനം പറയാണ്, ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം പ്രാപിക്കും. നമ്മൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ഓർത്തു. ഈ ശനിയാഴ്ച നമ്മൾ അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി, വിശുദ്ധരുടെയും മാലാഖമാരുടെയൊക്കെ രാജ്ഞി എന്ന് നമുക്ക് ടൈറ്റുകളുണ്ട് സഭ കൊടുത്തത്. അതെന്തുകൊണ്ടാണ്? ചുമ്മാ ഒന്നുമല്ല, സഭ അങ്ങനെ കൊടുത്തത്. കാരണം നമുക്കറിയാം, നമ്മൾ അമ്മയുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഇത്രമാത്രം ദൈവവചനത്തിൻ്റെ അഹങ്കാരമില്ല, പൂർണ്ണമായിട്ടും ദൈവവചനത്തിനായി ദാസിയായി തീർന്ന ദൂതൻ എന്ന് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ വചനത്തിൻ്റെ ദാസിയാണ്. എൻ്റെ ഒരു ആഗ്രഹവും വേണ്ട അല്ലേ? കല്യാണം കഴിക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന നിങ്ങൾ എന്തെല്ലാം പ്ലാനുകളാണ് അവർക്കല്ലേ? എന്തെല്ലാം പ്ലാനുകളാണ്. ഒരു കന്യകയായിരുന്നു, ചെറുപ്പക്കാരും ടീനേജുകളായിരുന്നു മറിയവും. ദൈവവചനത്തിൻ്റെ ആ വലിയ ജ്ഞാനം, കൃപ നിറഞ്ഞവളെന്നൊക്കെ വിളിക്കുന്നവരാണ്. മറിയത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുകൊണ്ട് പൂർണ്ണമായി തൻ്റെ മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും തള്ളിക്കളഞ്ഞു. ഇതാ ദൈവമേ, നിൻ്റെ വചനം മാത്രം എന്നിൽ നിറവേറട്ടെ. അതുകൊണ്ട് മാത്രമാണ് ദൈവത്തിൻ്റെ പുത്രന് ജന്മം നൽകാൻ നമുക്ക് കൃപ ലഭിച്ചത്. ഇന്നലെ നമ്മൾ സ്വർഗത്തിൻ്റെ രാജ്ഞി എന്നൊക്കെ, അതുകൊണ്ട് മാത്രം വേറൊന്നുമല്ല, ദൈവവചനം അപ്പാടെ പാലിച്ചവളാണ്, വള്ളിപുള്ളി വിടാതെ. നമ്മൾ ഈശോ ഇടയ്ക്കോ ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ.
പലപ്പോഴും നമ്മളതേക്കുറിച്ച് ചിന്തിച്ചതാണ്. കാരണം യേശുവിൻ്റെ പീഡാസഹന സമയത്ത് യേശു കുരിശിൽ മരിക്കണമെന്നുള്ളത് ദൈവപിതാവിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ കുഞ്ഞാടായി ബലിയർപ്പിക്കണമെന്ന് ദൈവപിതാവിന് നിശ്ചയമാണ്. അതോട് മറിയം സ്വന്തം മകന്, സ്വന്തം ശരീരത്തിൽ കുഞ്ഞായി ജനിച്ച തൻ്റെ മകനെ ബലിയർപ്പണത്തിനായി വിട്ടുകൊടുക്കാൻ തയ്യാറായ ആ വചനത്തിൻ്റെ നിറവേറൽ പരിശുദ്ധ അമ്മയിൽ നിറവേറി. അബ്രാഹത്തിൽ നമ്മളത് കണ്ടു. പരിശുദ്ധ അമ്മയിൽ അത് നിറവേറി. ഒരു പരാതിയില്ല. ദൈവവചനമാണെന്ന് നിറവേറുന്നതെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാണ്. വചനത്തിൻ്റെ ദാസ്യത. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നതാണ്, ആരാണ് എൻ്റെ അമ്മ? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറുന്നത്. പരിശുദ്ധ അമ്മയാണ് യേശുവിൻ്റെ പീഡാസഹനം യേശുവിൻ്റെ കൂടെ നിന്നത്. യേശു കുരിശുമായി പോകുമ്പോൾ അമ്മയാണ് അനുഗമിച്ചത്. ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. ഗസമയം തോട്ടം ശിഷ്യന്മാരെ കാണിച്ചുകൊണ്ടാണ് ഇവരാണ് എൻ്റെ സഹോദരങ്ങൾ എന്നൊക്കെ ഈശോ പറഞ്ഞെങ്കിലും അവരാരും പരിശുദ്ധ യേശുവിൻ്റെ ദൈവവചനം പൂർത്തിയാകുമ്പോൾ പീഡാസഹന സമയത്ത് അപ്പസ്തോലന്മാർ ആരും കൂടെയില്ല. യോഹന്നാൻ ഏറ്റവും ഒടുവിൽ ഞാൻ പറയും, പരിശുദ്ധ അമ്മ യേശുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ പോകുന്ന കണ്ട് അല്പം ധൈര്യം കിട്ടിയാണ് പിന്നീട് യോഹന്നാൻ അവിടെ വന്നത്. അങ്ങനെയാണ് യോഹന്നാൻ യേശു കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന, മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അമ്മയും താൻ ഏറ്റവും ശിഷ്യൻ യോഹന്നാൻ നിൽക്കുന്ന കണ്ടിട്ട് ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ എന്നൊക്കെയുള്ള ഒരു മേഖല ഞാൻ പറയുന്നത്. ഇന്ന് ഒന്നാമത്തെ വായന ആഗോള സഭയിലെ യെശയ്യാ പ്രവാചന പുസ്തകം 22 നിന്നാണ്. അവിടെ പറയുന്നത്, അഹങ്കാരമുള്ളവരെ വലിച്ച് പന്ത് ചുരുട്ടി എറിയുന്നത് പോലെ എൻ്റെ സന്നിധിയിൽ ഞാൻ വലിച്ചു ചുരുട്ടി ദൂരേക്ക് എറിയുമെന്നാണ് എൻ്റെ വചനം. യെശയ്യാ 22:17 തൊട്ടാണ്. ഒരു കർത്താവ് പറയാണ്, യേശുവിനെ കുറിച്ചാണ് വരാണ്ടിരിക്കുന്ന യെശയ്യായുടെ പ്രവചനമൊക്കെ യേശുവിനെ, എല്ലാ പ്രവാചകന്മാരും പ്രവചിച്ചത് യേശുവിനെ കുറിച്ചാണ്. അന്നത് ജെറുസലേമിൻ്റെ രാജാക്കന്മാരും ഭരണാധികാരിമാരും ഒക്കെ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെ ഞാൻ വലിച്ച് ദൂരെ എറിയുമെന്നാണ് പറഞ്ഞത്. താഴോട്ട് വരുമ്പോൾ നമ്മൾ വായിക്കുന്നില്ല, യെശയ്യാ 22 ഇങ്ങനെ പറയുന്നത്, 22 പറയുന്നുണ്ട്, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഒരു കുറ്റി പോലെ ഉറപ്പുള്ള സ്ഥാനത്ത് ഞാൻ അവനെ സ്ഥാപിക്കും. അവൻ പിതൃഭവനത്തിന് മഹത്വത്തിൻ്റെ സിംഹാസനമായി ഭവിക്കും. ഇത് യേശുവിനെ കുറിച്ചാണ്. ബാക്കി അതിനു മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാരും എല്ലാവരും തോന്നിവാസം പോയി. നമ്മളിത് യേശുവിനെ കുറിച്ചാണ് ഞാൻ പറയാൻ കാരണം, വെളിപാട് പുസ്തകത്തിൽ ഇതേക്കുറിച്ച് ഇതേ വചനം വെളിപാട് 3 ഇങ്ങനെ വായിക്കുന്നുണ്ട്. വെളിപാട് 3 7-ാമത്തെ വചനം, ഫിലാദൽഫിയിലെ സഭയുടെ ദൂതന് എഴുതുക, പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു. ഓരോ സഭയോട് യേശു യോഹന്നാനോടായ വെളിപാടിൽ പറയുകയാണ്. അവിടെ താഴോട്ട് പല കാര്യങ്ങളും പറഞ്ഞു. പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ് അഹങ്കാരത്തെക്കുറിച്ച്, അല്ലേ? എനിക്ക് എന്താ പറയുന്നത്, നീ ഈ അഹങ്കാരത്തോടെ പോകുന്നതുകൊണ്ട് നിന്നെ എൻ്റെ വായിൽ ഞാൻ തുപ്പിക്കളയെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവിടെ വെളിപാട് 3:17 വരുമ്പോഴാണ്. നീ ധനവാനാണ്, അഹങ്കാരമല്ല, ഞാൻ ധനവാനാണെന്ന് നീ പറയുന്നു, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, ആണ് വചനം. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, ദൈവവചനം പാലിക്കുക. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർക്കൊണ്ട് ലജ്ജിക്കാതിരിക്കാൻ ശുഭവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് എന്താ പറയുക, പരിശുദ്ധാത്മാവിൻ്റെ, അത് ഓർമ്മ ഓർപ്പിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളുമാണ് നമ്മുടെ ഉള്ളിൽ യേശു നൽകിയത്. അത് നമ്മൾ പരിശുദ്ധാത്മാവിലൂടെയാണ്, ദൈവിക ജ്ഞാനത്തിലൂടെയാണ് വചനം പാലിക്കാനായിട്ട് നമുക്കൊന്ന് സാധിക്കുക. ഈ ദൈവികമായ വെളിപ്പെടുത്തലുകൾ എളുപ്പമല്ല മനസ്സിലാക്കുന്നത്. 2-ാമത്തെ വായന റോമർ 11:33 പറയാണ്, ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തത്. അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം. എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞതാര്? ഞാൻ പറയും, ഇത് ഉത്തരവുണ്ട്. 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ പൗലോസ് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവരാണ്. പരിശുദ്ധാത്മാവിനല്ലാതെ ആർക്കും ദൈവത്തിൻ്റെ മനസ്സറിയാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ
പരിശുദ്ധാത്മാവിനെ തന്നെ. അതുകൊണ്ടാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത് മാമോദീസായിലൂടെ. അപ്പോസ്തലൻ അവിടെ തന്നെ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ മനസ്സ് ഞങ്ങൾ അറിയുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറയാണ്, യേശുക്രിസ്തുവിന്റെ മനസ്സ് ഞങ്ങൾ അറിയുന്നുവെന്ന്. അതെ അതെ, നമുക്ക് ഈ ദൈവവചനം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ് ദൈവസ്നേഹമായിട്ട്. സുവിശേഷം എന്ന് മത്തായി 16 അതായത് തിരുസഭയ്ക്ക് വചനം പാലിക്കാനായിട്ട് പത്രോസ് തീരുമാനം എടുത്തപ്പോൾ ഒരു കാര്യം ഇതാണ്, നമ്മൾ എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്താലും ദൈവവചനം, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർപ്പിച്ചതുപോലെ ദൈവവചനം അപ്പാടെ പാലിക്കാൻ തീരുമാനം എടുക്കുമ്പോഴാണ് നമുക്ക് സഭ അല്ലെങ്കിൽ സാത്താനെതിരെയുള്ള അധികാരം നമുക്ക് ദൈവവചനം പാലിക്കുന്ന അപ്പാടെ പൂർണ്ണമായും പരിപൂർണതയിൽ ദൈവവചനം പാലിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ അധികാരവും കിട്ടുക. ഇന്നത്തെ സുവിശേഷം മത്തായി 16 ഈശോ അവിടെ നമുക്കറിയാം, കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് നമ്മളോട് ചോദ്യമാണ്. യേശുക്രിസ്തു ആരാണെന്നാണ് ക്രിസ്ത്യാനിയായ നമ്മൾ അറിയുന്നത്. നമ്മുടെ അറിവെന്ത് മാത്രമുണ്ട്? ഇത്രയും നാൾ ജീവിച്ചിട്ട് ഒരു ചെറിയ ടെസ്റ്റ് നമ്മൾ ചോദിക്കുകയാണ്, യേശുക്രിസ്തു നമുക്ക് ആരാണ്? ക്രിസ്തു എന്ന യഹൂദര് കാത്തിരുന്നത് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ, മിശിഹ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനായി വരാനുള്ള രക്ഷകൻ എന്നാണ് ക്രിസ്തു എന്ന് യഹൂദർ കാത്തിരുന്നതാണ്. അപ്പം പത്രോസ് യേശുവിൻ്റെ ഇത്രയും നാളത്തെ ഇടപെടലിലൂടെ യേശുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ചുള്ള ഒരു ബോധ്യം പത്രോസിനോട് ഇതാണ്. എല്ലാവരും മറ്റുള്ളവരൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ. പത്രോസ് മാർപ്പാപ്പ ആയതിൻ്റെ ഒറ്റ കാരണം ഇതാണ്, ദൈവവചനം ഉദ്ധരിച്ച് പത്രോസ്. അതുകൊണ്ടാണ് നമുക്കറിയാം എന്താ പത്രോസ് പറഞ്ഞത്. ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, ക്രൈസ്റ്റ്, മിശിഹ. ഒറ്റ വാക്കിൽ അത് പറഞ്ഞു നിർത്തി. അപ്പോൾ യേശു എന്താ പറഞ്ഞു നമുക്കറിയാം. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമിയോനെ നീ ഭാഗ്യവാൻ, മാംസരക്തം എന്താ പറഞ്ഞില്ല, ബുദ്ധിയും യുക്തിയും ചിന്തകളും അതൊന്നുമല്ല, ആ അറിവല്ല, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നത്, നീ പത്രോസാണ്, ഈ പാറ നീ പാറയാണ്, വിശ്വാസത്തിൽ വചനത്തിൽ ഉറച്ചു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. അതായത് ദൈവവചനമാണ് പത്രോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്, പിതാവിൻ്റെ ഹിതം. അതുകൊണ്ടാണ് പത്രോസ് മാർപ്പാപ്പായത്. വേറൊരു പ്രത്യേകമായിട്ട് ഒരു താല്പര്യമൊന്നും യേശുവിന് പത്രോസിനെ കുറിച്ചില്ലായിരുന്നു. നമ്മളിത് അറിയണം. ഇപ്പം ദൈവവചനം പാലിക്കുന്ന ഉത്കർഷം പ്രാപിക്കുന്ന സഭാപ്രസംഗൻ 16:20 നമ്മൾ കേട്ടു. പത്രോസ് സഭയുടെ മാർപ്പാപ്പായത് ദൈവ വെളിപ്പെടുത്തൽ കിട്ടിയതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞിട്ട്. പ്രിയമുള്ളവരെ, പക്ഷേ ഈ ലോകത്തിൽ തിന്മയുള്ളതുകൊണ്ട് ഈ അറിവുണ്ടെങ്കിൽ ഏതാനും നിമിഷങ്ങൾ ഈ പാറമേലെൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടും. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു ഈശോയുടെ വാഗ്ദാനമാണ്. വ്യക്തികൾക്കെതിരെയല്ല, സഭയ്ക്കെതിരെയാണ്. ഒരു ശക്തിയും പ്രബലപ്പെടുകയില്ല. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് തിരുസഭ, മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്, സഭയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് വിശ്വസിക്കുന്നെങ്കിൽ, സഭ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്, യേശു സഭയെ നയിക്കുന്ന ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ സഭ രക്ഷപ്പെട്ടു. സഭയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? അല്ല, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉത്തരം എന്താ? സഭയെന്ന് പറഞ്ഞ കുറേ കെട്ടിടങ്ങളും കുറേ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. ഈ ജീവനുള്ള ദൈവം, അതായത് ദൈവവചനത്തിൻ്റെ പൂർത്തീകരണമാണ് സഭ. ഞാൻ നിങ്ങളും ദൈവവചനത്തിലൂടെയാണ് സഭയിലായിരിക്കുന്നത് നല്ല ഉറപ്പുണ്ടെങ്കിൽ നരകത്തിൻ്റെ കവാടങ്ങൾ അതിനേറെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ അവിടെയും താക്കോലുകൾ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടു, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഇത് വലിയൊരു മേഖലയാണ്. പക്ഷെ നമ്മൾ കാണും, അല്പം കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ യേശു അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ പത്രോസ് ഉണ്ടല്ലോ പതറിപ്പോയി. ദൈവവചനം പൂർണ്ണമായിട്ടും, ഞാനാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞത്. യേശു പറഞ്ഞപ്പോൾ നീ ദൈവപുത്രനാണെന്നൊക്കെ പത്രോസ് പറഞ്ഞെങ്കിലും ഈ മിശിഹ എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ താഴേക്ക് വരുമ്പോൾ അടുത്ത മത്തായി 16:21 അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിയമിച്ചതിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും, അതാണ് മിശിഹ, വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം
ദൈവം കനിയട്ടെ. കർത്താവേ, ഇത് ഒരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അത് ബുദ്ധിയിലുള്ള ചിന്തയാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെ ക്രിസ്തു ആണെന്ന് പറഞ്ഞു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ചില കാര്യങ്ങളൊന്നും. നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മൾ തിരികെ പോകും. പിശാച് നമ്മളെ നമ്മുടെ ആലോചനകളിലേക്ക്, ബുദ്ധിയിലേക്ക് തിരികെ കൊണ്ട് അവിടെയാണ് നമ്മുടെ പരാജയം. പൂർണ്ണമായും ദൈവവചനത്തിൻ്റെ ദാസരായി തീരാനായിട്ട് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ ചോദിക്കണം. പ്രിയമുള്ളവരെ, ഈ മരിക്കുമെന്നൊക്കെ പറയുമ്പോൾ അതേ നിനക്കോ, നീ അങ്ങനെ മരിക്കാനുള്ള ആളൊന്നുമല്ല എന്ന് പറഞ്ഞ് തടസ്സം പറയാൻ തുടങ്ങി. എന്താ അപ്പോൾ ഈശോ പറഞ്ഞത്? ഒറ്റ വാക്കാണ്. ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ആത്മാവാണ് നിനക്കത് വെളിപ്പെടുത്തുന്നത് പറഞ്ഞ അതേ പത്രോസിനോട് ഈശോ എന്താ പറഞ്ഞു? ഇപ്പോൾ മത്തായി 16:23 യേശു തിരിഞ്ഞ പത്രോസിന് പറഞ്ഞു, സാത്താനേ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും ദൈവവചനം പാലിക്കാൻ പൂർണ്ണമായിട്ട് കുറച്ചൊക്കെ മതി, അത്രയൊന്നും വേണ്ട. നമ്മുടെ ബുദ്ധിയും ആലോചനയൊക്കെ മാനുഷികമായിട്ടുള്ളത് വരുമ്പോൾ നമ്മൾ തകർന്ന് വീടും. പ്രിയമുള്ളവരെ, പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയെ പോലെ ദൈവവചനത്തിന് ദാസരായി തീരാനായിട്ട് നമുക്ക് ചോദിക്കാം. പരിശുദ്ധ അമ്മ ഈ ഭൂമിയിൽ നമ്മളത് അറിയണം. കത്തോലിക്ക സഭ മറിയത്തെ ഉയർത്തിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ദൈവവചനം അപ്പാടെ പാലിച്ചു പൂർണ്ണമായിട്ടും. പരിശുദ്ധ പരമ ദൈവകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.